ഇന്നലെ കണ്ണൂര് വന്നൂടെ മാച്ചിന് സീൻ കളിയേനും. ഇന്നലെ ഭയങ്കര മഴ, അതിന്റെ പനിയുടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പനി പിടിച്ചു ചെറുതായിട്ട്. അല്ല ഇതെന്താ സംഭവം? നേരത്തെ പ്രഡിക്ഷൻസ് നേരത്തെ എത്തിയൊന്നു നമ്മള് ആദ്യമേ സീറ്റ് പിടിച്ചു. അതെ, പ്രഡിക്ഷനിൽ ഒന്നാമത് പോഡ്കാസ്റ്റ് ഇതാണ്. അത് എങ്ങനെ സാധിക്കുന്നു പറയൂ ഞങ്ങളോട്. അതൊക്കെ ഒരു എന്താ പറയാ, ഇനിയിപ്പം ഷോ കാണുന്ന ഒരു കളി, ഇപ്പൊ ഈ ഷോയുടെ ഒരു പ്രത്യേകത അതായിരുന്നു. ആളുകൾ നേരത്തെ വന്ന് കണ്ടട്ടെ കളിയപ്പോ അവര് നമുക്ക് ഇതുവല്ലോ ഉണ്ടോ ഈ പ്രഡിക്ഷൻ, മറ്റേ ക്യാഷ് അടിക്കുന്ന പരിപാടി? ക്രൂ ആരെങ്കിലും ഒന്ന് പറയൂ. അങ്ങനല്ല ഞാൻ പറഞ്ഞതേ, നമ്മുടെ ഇനി വരാൻ പോകുന്ന മാച്ചസ് പ്രെഡിക്റ്റ് ചെയ്താ അത് നമുക്ക് ലാസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മാച്ചിനെ പറ്റി പറയാം. അതെ അതെ, ഇപ്പൊ റോളിംഗ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ മാച്ച് വീക്ക് 7 കഴിഞ്ഞു. 2 ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണ് ലാസ്റ്റ് 2 ഡേയ്സിൽ കഴിഞ്ഞത്. തൃശ്ശൂർ മാജിക് FC വേഴ്സസ് കാലിക്കറ്റ് FC. അത് മാത്രമല്ല മലപ്പുറം FC വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. തൃശ്ശൂരിനെയും കണ്ണൂരിനെയും ഹോം ഗ്രൗണ്ടിലായിരുന്നു മാച്ച് നടന്നത്. അപ്പോൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. സോ തുടങ്ങിയാലോ? തൃശ്ശൂരിനെ പറ്റി എന്താണ്? തൃശ്ശൂര് ഞാൻ പറയട്ടെ, എപ്പോഴും ഈ സീസണിൽ കാലിക്കറ്റ് FCയുടെ ആ ഒരു ടൈറ്റിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ടീമാണ് തൃശ്ശൂർ എന്നാണ് നമ്മളിപ്പോൾ. അപ്പം ശരിക്കും ഈ മത്സരത്തിൽ കാലിക്കറ്റിന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമായിരുന്നു. അവരുടെ ഹോമിൽ പോയി ബെസ്റ്റ് ചലഞ്ചേഴ്സിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവായിരുന്നു അവരുടെ മനസ്സിൽ. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആ കാലിക്കറ്റ് FC ആ ഒരു റിസൾട്ട് നേടി. ശരിക്കും എപ്പോഴും അങ്ങനൊരു ചാമ്പ്യൻ ടീമിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം ആ ഒരു ക്രൗണിന് വേണ്ടി കുറേ പേര് ബാറ്റിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ തന്നെയാണ് ഇപ്പോഴും രാജാക്കന്മാരെന്ന് തെളിയിക്കുന്നൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇപ്പൊ കാലിക്കറ്റ് FC നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ താരങ്ങളുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പിന്നെ ഡിഫൻസിൽ കംപ്ലീറ്റ്ലി മലയാളി പ്ലേയേഴ്സ് ആണല്ലേ? കാലിക്കറ്റിന്റെ ഡിഫൻസ് ഫുൾ മലയാളി പ്ലേയേഴ്സും. അല്ല, കാലിക്കറ്റ് അല്ല, തൃശ്ശൂർ ഫോറിനേഴ്സ് ആണ് സെൻട്രൽ ബാക്കിൽ. ഇത് ഇവര് കംപ്ലീറ്റ് ഇന്ത്യൻ ഡിഫൻസ് അല്ല, 4 പേര് മലയാളീസ് ആണ്. അത് വെച്ചിട്ടാണ് പിന്നെ അവര് കളിച്ചത്. പക്ഷെ ഇത്തവണ ഇതായിപ്പോയി. അതെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കാലിക്കറ്റ് FCയുടെ ആദ്യത്തെ മത്സരത്തിൽ റിങ്കോൺ ഒരു പെനാൽറ്റി അടിച്ചൊരു ഫോറിൻ പ്ലെയർ, പിന്നെ സോസ, അങ്ങനെ 2 ഫോറിൻ പ്ലെയേഴ്സെ ഈ ഇതുവരെ ഗോളുകൾ അടിച്ചിരുന്നുള്ളൂ. ഇന്ന് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ കളി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഈവൻ കോൺടെസ്റ്റ് ആയിരുന്നു കളിയുടെ തുടക്കത്തിലൊക്കെ. വന്നില്ല. അപ്പൊ അവിടെ ബുവാസോ ഒരു ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്ന, ഒരു ഫോറിൻ പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, വളരെ ലേറ്റ് ആയിട്ടുള്ള ഷഹബാസിന്റെ ഒരു ക്രോസ്. എനിക്ക് എപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്യുന്ന വെച്ചാൽ പുള്ളി ആ ബോൾ കളിച്ചിട്ട് പുള്ളി തന്നെയാണ് റണ്ണ് മേക്ക് ചെയ്ത് ബോക്സിലേക്ക് വരുന്നത്. അത് 85ാമത്തെ മിനിറ്റിന്റെ ഒരു മിഡ്ഫീൽഡ് പ്ലെയർ. പിന്നെ നമുക്കറിയാം അവിടെ ആസ്ട്രോ ടർഫാണ്. ഇപ്പോൾ ആസ്ട്രോ ടർഫ് നമുക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടർഫാണ്. അപ്പോൾ ഒരു മിഡ്ഫീൽഡ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അപ്പ് ആൻഡ് ഡൗൺ കളിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്നിട്ട് 85ാം മിനിറ്റിൽ ആ റണ്ണ് മേക്ക് ചെയ്ത് ഷഹബാസിന്റെ ക്രോസ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിസൈർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു ചിലപ്പോൾ ഇങ്ങനത്തെ മോമെന്റുകളൊക്കെയാണ് ചില ടീമുകൾക്ക് ആവശ്യം. മനസ്സിലായില്ല, ചിലപ്പോൾ ആ ഒരു കളി വേറൊരു ദിവസമായിരുന്നെങ്കിൽ നില്ല് തീർന്നേക്കാം. പക്ഷെ ആ പ്ലെയർ കാണിച്ച ആ ഒരു അതുകൊണ്ടാണല്ലോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തല്ലോ. അതെ അതെ, അത് നമ്മളും പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു അല്ലേ? നമ്മളും കാലിക്കറ്റ് അടുത്ത മാച്ചാണ്, അതിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവം അപ്പൊ ചിലപ്പോ അങ്ങനത്തെ ആ ഒരു ശരിക്കും ആ ഒരു എഫേർട്ട് ഇട്ടതിൽ അവര് ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ 3 പോയിന്റ്സ്. അങ്ങനെയാണ് എനിക്ക്. അത് മാത്രമല്ല, തൃശ്ശൂർ ഇപ്പം നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാച്ചും ജയിച്ചിട്ടോ ഡ്രോ ആയിട്ടോ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കാലിക്കറ്റിന് ഇവിടെ തോറ്റത്. അപ്പൊ അത് കുറച്ചും കൂടി അധികം എക്സൈറ്റിംഗ് ആക്കി. അവരെ ഹോമില് അത്രയും അടിപൊളിയിലാണ് അവര് ആദ്യത്തെ മാച്ച് ജയിക്കൊക്കെ ചെയ്തത്. പക്ഷെ സ്റ്റിൽ രണ്ടാമത്തെ മാച്ച് ആകുമ്പോഴത്തേക്കും ഫ്ലിപ്പായി. ഇപ്പൊ ടേബിൾ ടോപ്പേഴ്സ് ആയി കാലിക്കറ്റ് FC എന്നുള്ളത്. അവരത് പറഞ്ഞ പോലെ തന്നെ റിക്ലെയിം ചെയ്ത് എടുത്തു ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഇനി കണ്ണൂർ പോയത് തന്നെ പറയുന്നതാണ് നല്ലതല്ലേ? ആദ്യം മഴ, ഒരു രക്ഷയില്ല ഇങ്ങനത്തെ മഴ. പക്ഷെ അവിടുത്തെ ഫാൻസിനെ സമ്മതിക്കണം. മഴയാണെങ്കിലും അത്രയും നേരം 30 മിനിറ്റ്സ് ഗെയിം സസ്പെൻഡ് ചെയ്തിട്ടും ഇല്ല, ആരും പോയിട്ടില്ല. എല്ലാവരും നന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ കുറെ ഫാൻസിന്റെ അടുത്ത് വെറുതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഗെയിം റെസ്യൂം ചെയ്യും, അത് കഴിഞ്ഞാൽ ഒരു ഗോൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഫാൻസ് ഇരിക്കുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ എന്തായാലും എടുത്തു പറയണം. നമ്മൾ ഇതിനു മുമ്പും കണ്ണൂരെ ഫാൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതെന്ന് പറയും, മലപ്പുറം ആ കളി ഒരിക്കലും ആ ലീഡ് അവിടെ നഷ്ടപ്പെടുത്തരുതായിരുന്നു. ഓൾറെഡി ഓപ്പണിംഗ് ഗോൾ കൺസീഡ് ചെയ്തു, എന്നിട്ട് ആ മാച്ചിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് മലപ്പുറത്തിന്റെ ഇന്റൻഷൻ ഇസ് ടു വിൻ ദ തിങ്. അതിനാണ് അവരുടെ റിക്രൂട്ട്മെന്റും എല്ലാം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു അംബീഷൻ ഉള്ളൊരു ടീം ഒരിക്കലും ആ ഒരു ലീഡ് അവിടെ അങ്ങനെ കൺസീഡ് ചെയ്യാൻ പാടില്ല.
ആ ഗെയിമിൽ ഒരു സ്റ്റോപ്പ് വന്നത് അത് കണ്ണൂരിന് ഒരു അഡ്വാൻറ്റേജ് ആക്കിയാണ്. ചിലപ്പോൾ ആ മഴ ത്രൂ ഔട്ട് പെയ്തിരുന്നെങ്കിൽ കളിച്ചിരുന്നെങ്കിൽ മലപ്പുറം ആ മഴയത്ത് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയാണ്. കാരണം മഴ പെയ്യുമ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും മലപ്പുറം അവിടെ ഒരു ചാൻസ് അത് കീപ്പ് ചെയ്തില്ല എന്നുള്ള സ്ഥലത്ത് കണ്ണൂർ കുറച്ച് എക്സെപ്ഷണലി വെല്ലായി കളിച്ചു എന്നുള്ളൊരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. ഞാൻ ഇത് പറയുന്നത് പ്യൂർലി എന്റെ പ്രഡിക്ഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കേട്ടോ. കാരണം 67ാമത്തെ മിനിറ്റ് വരെ ഞാൻ വിചാരിച്ചു ദൈവമേ കഴിഞ്ഞ ആഴ്ച പ്രഡിക്ട് ചെയ്ത 2 റിസൾട്ടും എന്റെ പ്രഡിക്ഷൻ ഇതുവരെ കറക്റ്റ് ആണ്, കളിയൊന്നും നിർത്തി വെക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കളി നിർത്തി വെച്ചെന്ന് പറഞ്ഞത് മനസ്സിലായി. ഇനിയിപ്പോ എല്ലാം മലപ്പുറത്തിന്റെ കയ്യിലാണ്, പോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കളി നോക്കിയപ്പോ കണ്ണൂർ അടിച്ചു. അടിപൊളി ഗോളായിരുന്നു. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് അവര് ബൗൺസ് ബാക്ക് ചെയ്തു. കാരണം ആ ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും വെയിറ്റ് ചെയ്തതിന് ശേഷം കളി റെസ്യൂം ചെയ്തപ്പോൾ കണ്ണൂർ എക്സെപ്ഷണലി വെല്ലായിട്ടാണ് കളിച്ചത്. അടിപൊളിയായിട്ടാണ് കണ്ണൂർ കളിച്ചത്. ആ ഡിസേർവിങ് ഗോൾ തന്നെയാണ്. ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു, അബ്ദുൽ കരീമിന്റെ ഒരു മിസ്സായിട്ടുള്ള ഒരു ഹെഡറാ തോന്നുന്നു. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ we would have actually won the game. ഞങ്ങളെ രണ്ടാളെയും പ്രഡിക്ഷൻ ഇല്ലാണ്ടായത്. എന്തായാലും ആരെങ്കിലും ഒരാൾ പ്രഡിക്ട് ചെയ്തത് പക്ക കറക്റ്റ് ആയല്ലോ 100%. പിന്നെ ആ മഴയത്ത് തന്നെ കളിച്ചിരുന്നെങ്കിൽ അല്ലേ എന്താണേലും മലപ്പുറത്തിന് ഈ മഴയുടെ പ്രത്യേക ഒരു സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം വേറെ ലെവല് കളിയാണ്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അവർ തിരിച്ചടിക്കും. അത് സെക്കൻഡ് ഹാഫിൽ പെരുമഴ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഗോള് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് മലപ്പുറം അടിക്കുന്നത്. പിന്നെ എൽ4സിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയണമെന്ന് തോന്നി. അത് ശരിക്കും ഞാൻ ഫോർസ കൊച്ചി ആയിട്ടുള്ള മത്സരത്തിലാണെന്ന് തോന്നുന്നു എൽ4സിയുടെ ഡെബ്യൂ. അപ്പൊ അന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലില്ല, ബെഞ്ചിൽ നിന്ന് എന്താണ് വരുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പുതിയൊരു പ്ലെയർ വന്നിട്ടുണ്ട്, നമുക്ക് ഈ പ്ലെയർ ആരാന്നോ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. കാരണം അന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സൈനിങ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത പ്ലെയർ ആയി. കാരണം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സൈലന്റ് പ്ലെയർ ആണല്ലോ, ഒരു അങ്ങനെ ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നോക്കണേ അസിയർ ഗോമസിനൊക്കെ നോക്കിയാൽ നല്ലൊരു സ്പാനിഷ് നമ്പർ 10 എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു പ്രോട്ടോടൈപ്പിൽ വന്നിരിക്കുന്ന പ്ലെയറാണ്. കുറച്ച് ടൈറ്റ് സ്പേസിലൊക്കെ നല്ലോണം കളിക്കും, ഒരു ഫ്ലെയർ ഒക്കെ ഉണ്ടല്ലോ. എൽ4സി അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടൊരു ശരിയായൊരു ഇൻട്രോവേർട്ടിനെ പോലെയാണ് പുള്ളി കളിക്കുന്നത്. പക്ഷേ ആ പെർഫോമൻസ് ആ മിഡ്ഫീൽഡിൽ കൊടുത്തത് എനിക്ക് തോന്നുന്നു ലൈക്ക് അറ്റാക്കിങ്ങിൽ മാത്രമല്ല ഈവൻ ഡിഫെൻഡിങ്ങിലും ഒരുപാട് ബാക്കിലോട്ടൊക്കെ ട്രാക്ക് ബാക്ക് ചെയ്ത് കളിച്ച് നല്ലോണം വർക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു എൽ4സിയുടെ പെർഫോമൻസ്. അപ്പൊ അതൊന്ന് എടുത്ത് പറഞ്ഞോന്ന് നോക്കി. എനിക്ക് സിനാനാണ്. സിനാൻ അടുത്ത പ്രഡിക്ഷൻ, സിനാൻ അടുത്ത വർഷം ISL കളിക്കും. ISL ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ട് സിനാന്, അല്ലേ? സിനാൻ അതിന്റെ ക്വാളിറ്റി ഉണ്ട്. സിനാൻ ഒരു അണ്ടർ-23 പ്ലെയർ പെട്ടെന്നാണല്ലോ ഒരു ലൈം ലൈനിലോട്ട് വന്നത്. അതും എന്താ നല്ല പെർഫോമൻസ്. ആ വിങ്ങറായിട്ട് നല്ല പേസ്, ആ ഗോള് കണ്ടില്ലേ, ഒരു അഗ്രഷൻ ആണ് അത്. പുള്ളി എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാച്ചിൽ ഏറ്റവും ഒരു ഷോർട്ട് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഹെഡർ അടിക്കണമെങ്കിൽ പുള്ളിയുടെ ഒരു അഗ്രഷനും ആറ്റിറ്റ്യൂഡും ആണ്. അത് മാത്രല്ല സിനാനെ നമ്മൾ നോട്ട് ചെയ്യൂല. സിനാന് ആ റൈറ്റ് മൊമെന്റിൽ റൈറ്റ് സ്ഥലത്ത് എത്തുന്നുണ്ട്. പക്ഷെ സിനാൻ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് ഡിഫൻഡേഴ്സിനെ ബ്ലൈൻഡ് ചെയ്തിട്ടാണ് സിനാൻ വരുന്നത്. അതും ഒരു പോസിറ്റീവ് പോയിന്റ് ആണ്. പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ, കാരണം കരീമിനെ ആണ് കൂടുതലും ഡിഫൻഡേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. അസിയർ ഗോമസിന്റെ ആ ഒരു പാസും ഭയങ്കര കറക്റ്റ്. സിനാൻ ആ ഒരു ഡിസയർ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തുക, ആ ബോള് വലയിൽ എത്തിക്കുക എന്നുള്ളൊരു അത് ഈ കളിയുടെ പേസിൽ ഇതൊക്കെ നമ്മൾ TV കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതാണ്. പക്ഷെ കളിയുടെ പേസിൽ ഈ റിയാക്ഷൻ ഒക്കെ വരാനും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് സെൻസ് ചെയ്ത് കറക്റ്റ് ആ ഏരിയയിൽ എത്താനും ഒക്കെ പെട്ടെന്ന് ഭയങ്കര ഒരു നാച്ചുറൽ റിഫ്ലെക്സ് സാധനം വേണം. അപ്പോൾ ആ ഒരു അതെപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കുക എന്നുള്ളതാണ്. സിനാനിന് ഹോപ്പ്ഫുള്ളി ISLKന്ന് ഇനിയും ഒരു വലിയ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള അടുത്തൊരു പ്ലെയർ ആയിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് ഫസ്റ്റ് ഗെയിമിൽ തന്നെ സിനാന് അതിന്റെ ക്വാളിറ്റി കാണിച്ചതാണ്. ആ ഫസ്റ്റ് കോമ്പൻസിനെതിരെയുള്ള മാച്ചിൽ സിനാന്റെ അസിസ്റ്റ് ആയിരുന്നു ആ രണ്ടാമത്തെ ഗോള്. അതെ, കണ്ണൂർ ഹോം ഗെയിമിലും ഫസ്റ്റ് ഗോൾ. ഇപ്പൊ രണ്ടാമതും കണ്ണൂർ എന്താണ് ഹോം ജയിക്കാത്തത്? ഇത്രയും സപ്പോർട്ടും നിങ്ങളൊക്കെ പോയിട്ടും ജിഷ്ണയൊക്കെ അവിടെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് കണ്ണൂർ വാറിയേഴ്സ് ഹോമിൽ ജയിക്കുന്നില്ല? അത് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ. ലേറ്റ് ആയി കഴിയാറായി അറിയുന്നുണ്ടാവല്ലോ. 7 മത്സരങ്ങൾ കഴിഞ്ഞു. 7 മത്സരങ്ങൾ കഴിഞ്ഞു. പക്ഷെ കണ്ണൂര് ഇന്നലത്തത് ശരിക്കും ജയിക്കേണ്ട മാച്ച് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡ്രോകൾ വരുന്നുണ്ട് ഈ കണ്ണൂര്. ആ ഡ്രോയിനെ ഭിന്നായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ ഇന്നലത്തെ മത്സരം നമുക്കറിയാം തിരിച്ച് മലപ്പുറം ലീഡ് എടുത്തിട്ട് പിന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഈവൻ മലപ്പുറത്തിന്റെ കാര്യം അതേ തോന്നുന്നു 4 ഡ്രോ എന്തോ ഉണ്ട്.
മലപ്പുറം കണ്ണൂരും ഈ ഡ്രോവും വിന്നും സെയിം രീതിയിലാണ് നിൽക്കുന്നത് റേഷ്യോയില്. ആ ഒരു റിസൾട്ടോട് കൂടി 3 ടീമുകൾ 10 പോയിന്റ്സിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം, കൊമ്പൻസ്. അപ്പോൾ ആ ടോപ്പ് 4 റേസിൽ ആ ഒരു 3rd 4th പൊസിഷനിലേക്കുള്ള റേസ് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു കണ്ണൂരിനെതിരെ ഏത് ടീം കളിക്കുമ്പോഴും ആ ഒരു തുടക്കത്തിൽ തന്നെ അൺബീറ്റൻ റണ്ണും അതുപോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു കണ്ണൂരിനുള്ളത്. ഇപ്പം ഇന്നലെ മലപ്പുറം കളിച്ചത് ഭയങ്കര എഗ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചും കൂടെ അവർ പ്രസ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. കണ്ണൂർ കുറച്ചും കൂടി റെസിലിയൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് കണ്ണൂരിനെ പുഷ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ്. ഇപ്പോൾ കൊമ്പൻസിനെതിരെയുള്ള മാച്ച് ആണെങ്കിലും അവരെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു ജയിക്കണം എന്നുള്ള കാര്യം. കാരണം അവരെ ഹോമിൽ വന്ന് അവരെ തോപ്പിച്ചു കൊണ്ടുവന്നതാണല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊമ്പൻസിനെ ടോപ്പ് 4 കയറുന്നൊരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവരുടെ ഫാൻസ് ആയിട്ടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പ്യുവർലി നമ്മൾ പേപ്പറിൽ ടീം എടുത്ത് നോക്കുകയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന കണ്ണൂർ വാരിയേഴ്സ് ആണ് സ്ട്രോങ് ടീം. മറ്റവരുടെ ഇഞ്ചുറി കൺസേൺ ഉണ്ട്, ഇപ്പോൾ ഓട്ടമാറിനൊക്കെ ഇഞ്ചുറി വന്നാലും. അപ്പം അവരുടെ ഖാലിദ് റോഷൻ ഇഞ്ചുറി ഉണ്ട്. അവരുടെ ആ ഒരു വിധി അവരുടെ കയ്യിൽ തന്നെയാണ്. മത്സരങ്ങൾ ജയിക്കുക എന്നുള്ളൂ. ആ ഒരു ഇനിയുള്ള 3 മത്സരങ്ങളിൽ കളിച്ചാൽ തീർച്ചയായിട്ടും കണ്ണൂരിന് കയറാവുന്നതേ ഉള്ളൂ. എല്ലാം അത്രയും ഓപ്പൺ ആണല്ലോ ലീഗ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാ ടീമിനും ആ ചാൻസ് ഉണ്ട്, ആ 3 ടീമിനും. ഞാനും കണ്ണൂർക്കാരി എന്നുള്ളത് കൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ കണ്ണൂരിനോട് കുറച്ചധികം ഉണ്ട്. ഞാൻ അങ്ങനെ സോഫ്റ്റ് കോർണർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിരാശനാവും. കാരണം ഫോർസാ കൊച്ചി 7 മത്സരങ്ങളിൽ 7 തോൽവി, ഏറ്റവും കുറവ് ഗോൾ അടിച്ചിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിരിക്കുന്നു. ഇതിലെവിടെയാണ് പോസിറ്റിവിറ്റി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി 3 മാച്ച് ജയിച്ച് 9 പോയിന്റ് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതെ, അത് 3 അവേ മത്സരങ്ങളാണ്. അതാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീക്സിലെ മാച്ച് ഇപ്പം 21st തൃശ്ശൂരിന്റെ മാച്ച് വരികയാണല്ലേ. അതെ, തൃശ്ശൂർ മാജിക്കും നമ്മുടെ കൊമ്പൻസ്, ട്രിവാൻഡ്രം കൊമ്പൻസ്. തൃശ്ശൂർ മാജിക് കഴിഞ്ഞ കളി ആക്ച്വലി ഇതിനു മുമ്പ് തോറ്റ മത്സരത്തിന് ശേഷം എനിക്കൊന്ന് കാലിക്കറ്റ് FC ആയിട്ട് അവേ മത്സരം ജയിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ റെസ്പോൺസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവരുടെ ആ ഒരു കോച്ചിങ് ഗ്രൂപ്പും സപ്പോർട്ട് സ്റ്റാഫും ഒക്കെ കുറച്ച് അടിപൊളിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ആ ടീമിനെ, സുശാന്ത് മാത്യു അവരെല്ലാവരും ആ ടീമിനോട് കൊടുക്കുന്ന ഒരു മെസ്സേജുകളും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് എനിക്കൊന്ന് ബ്രീഫായിട്ട് കാണാൻ പറ്റി കൊച്ചിയിലുള്ള മാച്ചിലെ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ. അപ്പം അത് ഭയങ്കര ഒരു ആ ഗ്രൂപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ജോപ്പോളഞ്ചേരി, സുശാന്ത് മാത്യു, പിന്നെ ചെർണിഷോ നമുക്കറിയാം, എക്സ്പീരിയൻസ് കോച്ചാണ്, ഇന്ത്യയിൽ ടൈറ്റിൽ അടിച്ചിട്ടുള്ള കോച്ചാണ്. അപ്പം അവരിൽ നിന്നൊരു റെസ്പോൺസ് ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം ഇനിയിപ്പോൾ ഉള്ള മത്സരങ്ങൾ അവരൊരു പോൾ പൊസിഷനിൽ തന്നെയാണ്. ബാക്കിയുള്ള ടീമുകൾ അവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യണം. പക്ഷെ എന്നാലും ഈ ഒരു മത്സരത്തിൽ കൊമ്പൻസിന് അടി പതറാമോ എന്നാണ് ഹൃദയം പറയുന്നത്. കൊമ്പൻസ് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ ഇവിടെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ തൃശ്ശൂർ മാജിക് തന്നെയാണ്. ഈ മത്സരം ഡിസൈഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ആ മിഡ്ഫീൽഡ് ബാറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ലെനിയും പാട്രിക് മോട്ടയും നമുക്കറിയാം തൃശ്ശൂർ എന്ത് ചെയ്താലും അതിന് ആ ഒരു റിതം സെറ്റ് ചെയ്യുന്ന ലെനിയാണ്. പാട്രിക് മോട്ട ലീഗിലെ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻ, പുള്ളിയുടെ കളി എന്താണെന്ന് നമുക്കറിയാം. ഒപ്പോണന്റിനെ അൺസെറ്റിൽ ചെയ്യുക ഫിസിക്കലായിട്ടെന്നുള്ള, അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. അപ്പം ആ ഒരു ബാറ്റിൽ അതായിരിക്കും ചിലപ്പോൾ ഈ മത്സരം ഡിസൈഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു റിതം എനിക്ക് നൽകാൻ പാട്രിക് മോട്ടയ്ക്ക് ആ റിതം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റിയ ഒരുപക്ഷെ കൊമ്പൻസിനൊരു ചാൻസ് ഉണ്ട്. കാരണം കൗണ്ടറിലൊക്കെ വേണമെങ്കിൽ റൊണാൾഡിൻ്റെ പേസും ഒക്കെ ഉപയോഗിച്ച് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാനായാൽ അതടിച്ചകത്തിടാൻ ആളുണ്ടെങ്കിൽ ഓട്ടമാർ എങ്ങനെയെങ്കിലുമൊക്കെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് പക്ഷേ പ്രഡിക്ഷൻ അഗെയിൻ തൃശ്ശൂർ വിന്നാണ്. ഓക്കെ, എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഡിഫീറ്റ് നമ്മൾ കണ്ടു. ആ ഡിഫീറ്റ് നമ്മൾ കണ്ടതോടുകൂടി തൃശ്ശൂരിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ തൃശ്ശൂരിനെ അവരുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു ലാസ്റ്റ് മാച്ചിൽ മലപ്പുറത്തിൻ്റെ കൂടെ. കൊമ്പൻസ് ആണെങ്കിൽ ഒരു എന്താ പറയുക, ബ്ലാക്ക് ഹോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവരിങ്ങനെ റൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൊമ്പൻസിന് ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇഞ്ചുറീസ് ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷേ സ്റ്റിൽ ലാസ്റ്റ് തവണ പറഞ്ഞതുപോലെ തന്നെ പ്രഡിക്ഷനേക്കാൾ കൂടുതൽ എനിക്ക് ആഗ്രഹമാണ്. അപ്പോൾ കൊമ്പൻസ് ജയിച്ച് കാണാൻ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട്. എൻ്റെ പ്രഡിക്ഷൻ തെറ്റിയാലും വേണ്ടില്ല, ആ ആഗ്രഹം നടക്കട്ടെ. കാരണം അങ്ങനെയെങ്കിലും കൊമ്പൻസ് ടോപ്പ് 4 എത്തട്ടെ. എനിക്ക് തൃശ്ശൂർ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ഇഞ്ചുറി, പ്രധാന പ്ലേയേഴ്സിന്റെ ഇഞ്ചുറി ആണ്. ഇപ്പൊ ഒട്ടമർ തിരിച്ചു വരുമോന്ന് ഡൗട്ടാണ്. അതുപോലെ ഇപ്പം ഖാലിദ് റോഷൻ ലാസ്റ്റ് മാച്ചിൽ ഗോൾ അടിച്ച പ്ലെയറാണ്.
തൃശ്ശൂർ ഇപ്പൊ ലാസ്റ്റ് മാച്ച് തോറ്റെങ്കിലും ആ ഒരു 50-50 മാച്ച് ആയിരുന്നു. അത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേണമെങ്കിൽ അതൊരു ഡ്രോ ആകാവുന്ന ഒരു മാച്ചാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ക്രോസ് വന്നു, റൈറ്റ് പ്ലേസിൽ ആളുണ്ടായി, സ്കോർ ചെയ്തു എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം തൃശ്ശൂർ ആ ഒരു ഇതിൽ തന്നെയാണ്, പിന്നെ അവരുടെ ഹോം മാച്ചാണ്. അപ്പം തൃശ്ശൂർ ജയിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം അടുത്ത മാച്ച് ജിഷ്ണ തന്നെ പറയാം, എന്താ കണ്ണൂരും ഫോർസ കൊച്ചിയാണ്. കണ്ണൂർ വാരിയേഴ്സ് ആൻഡ് ഫോർസ കൊച്ചി മാച്ചില് ഈ മത്സരമാണ് കണ്ണൂരിന് ഹോമിൽ ജയിക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിലും വലിയ അവസരം ഇനി സ്വപ്നങ്ങളിൽ മാത്രം, ഇതിൽ കിട്ടൂല. അല്ല അങ്ങനെയല്ല, നമ്മൾ ഒരു ടീമിനെയും ഇപ്പൊ ഫോർസ കൊച്ചി ആണെങ്കിലും ദേ ആർ കമ്മിങ് വിത്ത് ഫയർ. ഒരു ടീമിനെയും ഈസി ഓപ്പണന്റ് ആയിട്ട് കണ്ണൂർ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കണ്ണൂരിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. പക്ഷേ സ്റ്റിൽ ലൈക്ക് കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടു, മഴ കാരണം നമ്മൾക്ക് കുറെ ആ ഒരു പേസ് നഷ്ടപ്പെട്ടു. ആ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ ഒരു 60 മിനിറ്റിന് ഒരു 50 അല്ല ഒരു 30 മിനിറ്റ്സിന്റെ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ഇറ്റ്സ് ഓൾ ന്യൂ, ഒരു പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഉള്ളത്. അതേപോലെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലാണ്ട് ഇപ്പൊ ഫോർസ കൊച്ചിന്റെ കൂടെ കണ്ണൂർ വാരിയേഴ്സ് കളിക്കുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് ആയിരിക്കും ജയിക്കുക എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് എനിക്കുള്ളത്. ഒബ്വിയസ്ലി എന്താണ് ഇവന്റെ പ്രഡിക്ഷനുകൾ ഇനി ഏറ്റവും അവസാനമാണ് പ്രഡിക്ഷൻ. എനിക്കും തോന്നുന്നത് കണ്ണൂർ വാരിയേഴ്സ് തന്നെയാണ് ആ ഒരു ജയം അവർ നേടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോർസ കൊച്ചിനെ കുറിച്ച് ജയിക്കണം, ഒരു പോയിന്റെങ്കിലും ഈ സീസണിൽ കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം എല്ലാ ഹോം മാച്ചിനും ഞാൻ പോയതാണ്. അവരുടെ ഫാൻസിനെ നമ്മൾ കാണുമ്പോഴും എല്ലാവരും എനിക്ക് തോന്നുന്നു 3-4 കളി തോറ്റപ്പോഴും അവസാനത്തെ കളിക്കും വരാം, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഓരോ കളിക്കും വന്നിട്ടുള്ളത്. അവർ ചിയർ ചെയ്യേണ്ട കാര്യത്തിന് എല്ലാം ആക്റ്റീവായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ സീസണിൽ നിന്നൊരു സന്തോഷമായിട്ട്, നമ്മളെല്ലാവരും ഫുട്ബോൾ കാണുന്നത് നമ്മുടെ ടീം ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ആ റിസൾട്ട് എവിടെ നിന്ന് വരും എന്ന് എനിക്ക് പുതിയ സൈനിങ്സ് നമ്മളിപ്പോ അവരൊന്ന് ടീമുമായിട്ടൊന്ന് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് റെഡി ആവേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിഷൻ ഇല്ലാണ്ട് പുതിയ സൈനിങ്സിനെ ഇറക്കി ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരില്ലല്ലോ. അപ്പൊ എന്തായാലും അവര് പേപ്പറിൽ നോക്കുവാണെങ്കിൽ നല്ല ടീമാണ്. പക്ഷെ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതാണ് ഈ ഇഞ്ചുറികളായിക്കോട്ടെ, കളിയിൽ ചില സിറ്റുവേഷനുകളിൽ സംഭവിക്കുന്ന കുറേ തീരുമാനങ്ങൾ, അങ്ങോട്ട് ഇപ്പോൾ ചില റെക്കോർഡ് കുറേ നമ്മൾ കണ്ടു, ചില ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കുറേ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമില്ലാത്ത ടീം ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് വിന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഫോർസ കൊച്ചി ഹൈ റിസ്ക് ഹൈ റിവാർഡ് പ്രഡിക്ഷൻ ആണ്. എന്ന് വെച്ചാല് ഫോർസ കൊച്ചി ജയിക്കാനുള്ള കാരണം പറഞ്ഞത്, ഇപ്പൊ ഇനി അവർക്ക് എൻ്റെ ഒരു ഇതാണ്, അവർക്കിനി പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പം അങ്ങനെയുള്ളവര് ചിലപ്പം ഭയങ്കര, ഇപ്പം ലാസ്റ്റ് മാച്ച് വരെ പോലും അവർക്ക് ചെറിയൊരു അവര് ഇങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ കാൽക്കുലേറ്റർ ഒക്കെ എടുക്കാം. പക്ഷെ ഇനി അവർക്ക് കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പം അങ്ങനത്തെ, സോറി കേട്ടോ വിഷമിക്കണ്ട, കണ്ടുപിടിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം ഫോർസ കൊച്ചി ജയിക്കും എന്നാണ്. പിന്നെ കണ്ണൂര് ലാസ്റ്റ് കുറച്ച് മാച്ചായിട്ട് അത്ര നല്ല റെക്കോർഡല്ല ഉള്ളത്. അപ്പോ കണ്ണൂരിന് ജയിക്കാൻ ഒരു പെർഫെക്റ്റ് മാച്ച് ആണ്. പക്ഷെ അതാണ് എൻ്റെ ഒരു ഞാൻ നേരത്തെ ഇങ്ങനെ ആലോചിച്ചില്ല, അങ്ങനെ ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കത്തി ഫോർസ കൊച്ചി. അല്ല, നമ്മൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഹബീബ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. കാരണം കണ്ണൂർ വാരിയേഴ്സ് ഇപ്പൊ അവർ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന റിസൾട്ടും അതേപോലെ പ്രഷർ ഇല്ലാണ്ട് ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കളിക്കുന്ന ടീമും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. അതെ, കാരണം കണ്ണൂരിനറിയാം ഈ ഒരു മത്സരത്തിൽ ഒരു ഡ്രോയോ ഒരു തോൽവിയോ ആണെങ്കിൽ വീണ്ടും കാര്യങ്ങൾ പരിങ്ങലിലാവും എന്നുള്ളൊരിതുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ് ഫോർസ കൊച്ചിയെ പോലെ ഒരു ടീമിനെ പേടിക്കണമെന്ന് പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ഫുട്ബോളിൽ ആ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും അന്നത്തെ ദിവസം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും, ഹബീബിനൊഴിച്ച് നമുക്ക് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഹബീബിന്റെ ഫോർസ കൊച്ചി പ്രഡിക്ഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ്. ഇനി അടുത്ത കാലിക്കറ്റ് ആൻഡ് മലപ്പുറം, അതാണ് ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും ഒരു അതെ എസ് എൽ ക്ലാസിക്കോ അല്ലെ. അതൊരു ഭയങ്കര, കാരണം നമ്മള് കണ്ണൂര് എത്ര ബസ് ഉണ്ടായിരുന്നു? മലപ്പുറം കണ്ണൂര് ആകെ 7 ബസ്സോ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്താണേലും
കോഴിക്കോട് വരും, അത് ഉറപ്പായിട്ടും വരും. അപ്പോ എന്താണെങ്കിലും ഒരു പെർഫെക്റ്റ് ഡെർബിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതേവരെ ജയിച്ചിട്ടില്ലല്ലേ മലപ്പുറം, ഇതേവരെ ജയിച്ചിട്ടില്ല കാലിക്കറ്റിനെതിരെ. ഇപ്പം ഈ സീസണിൽ തന്നെ നോക്കുകയാണെങ്കിൽ, പക്ഷെ അത് മലപ്പുറം തിരിച്ചു വന്നതാണ്. അതും മഴയാണ്, മഴ പെയ്തിട്ട് 2 ഗോൾ അടിച്ചിട്ട് തിരിച്ചു വന്നതാണ്. മഴയും മലപ്പുറം തമ്മിൽ നേരത്തെ പറഞ്ഞൊരു ആത്മബന്ധമുണ്ട്. തിങ്കളാഴ്ച മഴ പെയ്യുമോ എന്നുള്ളതാണ്. കാലിക്കറ്റിൽ മഴ പെയ്താൽ മലപ്പുറത്തിന് ഒരു അവസരമുണ്ട്. അപ്പോ എന്റെ ഒരു പ്രഡിക്ഷൻ, എനിക്ക് കാലിക്കറ്റ് ജയിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം കാലിക്കറ്റാണ് ഇപ്പം സീസണിൽ ഏറ്റവും നല്ല ഫോമിൽ ഉള്ള ഒരു ടീം. അവർ ആ ഒരു മൊമെന്റത്തിൽ എത്തിയ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഹോം മാച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഇങ്ങനത്തെ മാച്ച് എപ്പോഴും കാലിക്കറ്റ് അങ്ങനെ ജയിച്ചു വരുമ്പോൾ എന്താണെങ്കിലും അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ ടീമിന്. നമ്മൾ പല ഫുട്ബോളിൽ ഇതിൽ ടീമുകൾ തമ്മിൽ ഡെർബികളിൽ എപ്പോഴും ഒരു ടീമിന് ഒരു ഇതുണ്ടാവില്ല, 50-50 എപ്പോഴും കുറവാണ്. അപ്പം എനിക്ക് ആ ഒരു സാഹചര്യം, ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പം കാലിക്കറ്റ് ജയിക്കുമെന്നാണ് തോന്നുന്നത്. എന്താണ് എന്റെ പ്രഡിക്ഷനിലും കാലിക്കറ്റ് ജയിക്കണം എന്നാണ്. കാലിക്കറ്റ് ജയിക്കണം എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം അവരിപ്പോൾ ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കൺസിസ്റ്റൻസിയും കാര്യങ്ങളും അവരുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ കാലിക്കറ്റിന് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. മലപ്പുറം ഇത് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും എന്തായാലും കപ്പടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ക്വാഡിനെ കൊണ്ടാണ് മലപ്പുറം വരുന്നതും. അപ്പോൾ എന്തായാലും ദി ഗെയിം ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്, അതിലൊരു ഡൗട്ടും ഇല്ല. മലപ്പുറത്തിൻ്റെ എതിരെ കാലിക്കറ്റ് ജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അതെ, ഞാനീ പറഞ്ഞ പോലെ മലപ്പുറത്തിന് കഴിഞ്ഞ റിസൾട്ട് ശരിക്കും ആ ഒരു മത്സരം സമനില നേടിയെങ്കിലും ഒരു തോറ്റ ഫീലിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ആ ക്യാമ്പിൻ്റെ ഉള്ളിൽ. കാരണം എത്രത്തോളം ആ ഒരു ലീഡ് നേടുക എവേ ഫ്രം ഹോം, ഈ ഒരു SL ക്ലാസിക്കോയിലേക്ക് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അവിടെ ഒരു ജയം നേടിയിരുന്നെങ്കിൽ കംപ്ലീറ്റ് മൂഡ് മാറിയാണ് അവരുടെ. പക്ഷെ ഇപ്പം അവർ ആ ഒരു മഴ മൂലം തടസ്സപ്പെട്ടൊരു കളിയിൽ ഇങ്ങനൊരു അവസാനം ഒരു ഗോൾ കൺസീഡ് ചെയ്ത് ഡ്രോയിൽ പോകുന്നു. അപ്പം ആ ഒരു മെൻ്റലി ആ ഒരു മൊറാലിനെ അത് അഫക്റ്റ് ചെയ്തിട്ട് ഉണ്ടാവുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നെ നമുക്കറിയാം കാലിക്കറ്റ് മലപ്പുറം ഫാൻസ് രണ്ടുപേരും, കാലിക്കറ്റ് ഫാൻസ് എപ്പോഴും മലപ്പുറംകാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല SLKയിൽ, അതുകൊണ്ട് തോൽപ്പിച്ചിട്ട് നിങ്ങൾ ഡയലോഗ് അടിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം ആ ഒരു എന്തായാലും നമുക്കറിയാം ബീക്കൺസ് ഒക്കെ ഹബീബ് തിങ്കളാഴ്ച പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാം. ആ ഫാൻസിന്റെ ഒരു ഇതുകൊണ്ട് ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്ന മലപ്പുറത്തിന് വീണ്ടും നിരാശയായിരിക്കും. കാലിക്കറ്റാണ് എന്റെ മനസ്സ് പറയുന്നത്. കാലിക്കറ്റ് മാച്ച് ജയിച്ചാൽ എനിക്ക് തോന്നുന്നു സെമി ഏതാണ്ട് ഉറപ്പിക്കല്ലേ, ഏകദേശം കാലിക്കറ്റ് എന്തായാലും അവര് അങ്ങനെ ഈ കാലിക്കറ്റിന്റെ അകത്തൊരു നമ്മളെന്താ പറയാ കംപ്ലൈസൻസി എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവര് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു കളിയും ലൈറ്റ് ആയിട്ട് കാണുന്ന ടീമല്ല. അങ്ങനെയല്ല, എല്ലാ കളിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കളിക്ക് പിന്നെ എക്സ്ട്രാ മോട്ടിവേഷൻ വേണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു ജയം, മാജിക് ആയിട്ടുള്ള ജയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ജയം കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഇപ്പൊ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ 3 ടീമിന് ആണ് 10 പോയിന്റ് അല്ലേ, മലപ്പുറം, കൊമ്പൻസ്, കണ്ണൂർ വാരിയേഴ്സ്. അതാ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ആദ്യത്തെ 2 ടീംസ് ഏതാണ്ട് ചിലപ്പോൾ ഒരു ഇതിലെത്തും. അവസാനം ഈ 3 ടീമുകളായിരിക്കും ചിലപ്പോൾ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട്, ഈ 2 സ്പോട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ലാസ്റ്റ് ഡേയിലോട്ടൊക്കെ പോകാൻ സാധ്യത തോന്നുന്നു. എന്താണെങ്കിൽ ഈ വീക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ക്രൂഷ്യലാണ്. പിന്നെ തൃശ്ശൂരിന്റെ കൂടെ കൊമ്പൻസ് ജയിക്കുകയാണെങ്കിൽ പിന്നെയും അവിടെ ഒരു ചെറിയൊരു മാറ്റം വരാനും സാധ്യതയുണ്ട്. പിന്നെ തൃശ്ശൂരിനെ ആർക്കും കൊമ്പൻസ് ജയിച്ചാൽ പിന്നെ തൃശ്ശൂരും പരിങ്ങലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ഈ തൃശ്ശൂര് തോറ്റ് കാലിക്കറ്റ് ജയിക്കുവാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ടേബിളിനൊരു ഇതുണ്ടാകുക. അതേപോലെ തന്നെ സംഭവിച്ചു. ഇപ്പൊ കാലിക്കറ്റ് ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ്. തൃശ്ശൂർ കൊമ്പൻസ് കളി വരുമ്പോ അതിന്റെ അകത്ത് കൊമ്പൻസ് ജയിക്കുകയാണെങ്കിൽ അഗൈൻ അവിടെ ഒരു ഫ്ലിപ്പ് വരും. പിന്നെ മലപ്പുറം കാലിക്കറ്റ് മാച്ചും അതും. അതെ, ഈ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ എന്തായാലും പല ചേഞ്ചുകൾ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ടീംസ് തമ്മിൽ വലിയ പോയിന്റ്സിന്റെ ഡിഫറൻസും ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന്. ഇപ്രാവശ്യം ഹബീബ് തൂക്കുമോ ഇല്ലയോ എന്ന് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്രാവശ്യം കൂടി ഹബീബിന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആവും. ഇപ്രാവശ്യം ഹബീബ് പ്രഡിക്ട് ചെയ്താൽ ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. പിന്നെ നമ്മൾ പെർമനന്റ്ലി ഹബീബിന് വേണ്ടി സെക്ഷൻ വിട്ടുകൊടുക്കുന്നു. അതെ, മതി അവസാനിപ്പിക്കുന്നു.
എന്തായാലും നമ്മൾ ലാസ്റ്റ് 2 മാച്ചസ് മാച്ച് വീക്ക് 7 ലാസ്റ്റ് 2 മാച്ചസ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്കമിങ് വീക്കില് 3 മാച്ചും നമ്മൾ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഹബീബിന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്.